സാനന്ദരൂപം സകല പ്രബോധമാനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. വസിഷ്ഠൻ്റെ ആജ്ഞയനുസരിച്ച് ശ്രീരാമൻ്റെ അഭിഷേകത്തിന് വേണ്ടിയുള്ളതെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ദശരഥൻ എവിടെ? രാജാവിനെ തിരക്കി മന്ത്രി സുമന്ത്രരെത്തി. അദ്ദേഹം ദുഃഖിതനാണ്. ഇനിയും എഴുന്നേറ്റിട്ടില്ല. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. സുമന്ത്രർ കൈകേയിയോട് കാരണമന്വേഷിച്ചു. മഹാരാജാവ് രാത്രി ഉറങ്ങിയിട്ടില്ല. സദാ രാമനെ ധ്യാനിച്ച് ഉണർന്നിരുന്നതിനാലാവാം അസ്വസ്ഥനായി കാണപ്പെടുന്നത്. ഉടൻ രാമനെ കൂട്ടിക്കൊണ്ടുവരൂ. കൈകേയിയുടെ ലാഘവത്തോടെയുള്ള സംസാരം സുമന്ത്രനത്ര പിടിച്ചില്ല. ദശരഥൻ്റെ അനുവാദം വാങ്ങി മന്ത്രി രാമമന്ദിരത്തിലേക്ക് പോയി. രാമനെ വിവരങ്ങൾ അറിയിച്ചു. ദശരഥൻ്റെ ആഗ്രഹമനുസരിച്ച് സുമന്ത്രരുടെ കൂടെ തന്നെ രാമൻ കൊട്ടാരത്തിലേക്ക് പോന്നു. വസിഷ്ഠാദികളെ വന്ദിച്ച് അച്ഛൻ്റെ അരികിലെത്തി. പാദങ്ങൾ തൊട്ടു വണങ്ങി. ദശരഥൻ രാമനെ പുണരാൻ കൊതിച്ച് 2 കൈയും നീട്ടി വിളിച്ചു. ഹാ രാമ! വിളി പൊങ്ങുന്നില്ല. തേങ്ങിക്കരഞ്ഞുകൊണ്ട് നിലം പതിച്ചു. രാമൻ അച്ഛനെ ആശ്വസിപ്പിച്ചുകൊണ്ട് തൻ്റെ മടിയിൽ കിടത്തി. വസിഷ്ഠനും അടുത്തിരുന്നു. അച്ഛൻ്റെ ദുഃഖകാരണം ആരാഞ്ഞു. മറുപടി പറഞ്ഞത് കൈകേയിയാണ്. അവരിൽ നിന്ന് രാമൻ എല്ലാം മനസ്സിലാക്കി. പിതാവിനു വേണ്ടി ജീവിതം തന്നെ ത്യജിക്കാൻ തയ്യാറാണ്. സീതയെ, അമ്മയെ, രാജ്യത്തെ ഒക്കെ ത്യജിക്കാം. അതിനാരും ആജ്ഞാപിക്കണമെന്നില്ല. പിതൃകാര്യം കാണുന്നവനാണ് ഉത്തമപുത്രൻ. പറയൂ അച്ഛാ, അച്ഛൻ പറയുന്നത് എന്തും ഞാൻ ചെയ്യും. രാമൻ ഒറ്റ വാക്കേ ഉള്ളൂ. ചെയ്യാതിരിക്കുകയോ മാറ്റിപ്പറയുകയോ ചെയ്യുന്നത് രാമൻ്റെ രീതിയല്ല. അച്ഛൻ്റെ ആജ്ഞ എന്തു തന്നെയായാലും അനുസരിക്കാമെന്ന് രാമൻ സത്യം ചെയ്തു. പ്രതിജ്ഞ കേട്ടപ്പോൾ കൈകേയിക്ക് സമാധാനമായി. രാമൻ്റെ അഭിഷേകത്തിന് എല്ലാ തയ്യാറെടുപ്പുകളും മുമ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അത് ഉപയോഗിച്ച് ഉടനെ ഭരതനെ അഭിഷേകം ചെയ്യണം. അച്ഛൻ്റെ ആഗ്രഹമനുസരിച്ച് ശ്രീരാമൻ 14 വർഷം കാട്ടിൽ പോകാൻ ഒട്ടും വൈകരുത്. മുനിവേഷം ധരിച്ച് മുനിമാരെ പോലെ. ഈ 2 കാര്യങ്ങളെ ഇനി അച്ഛന് വേണ്ടി ചെയ്യാനുള്ളൂ, കൈകേയി പറഞ്ഞു. വനത്തിലേക്ക് പോകാൻ സന്തോഷമേ ഉള്ളൂ. പക്ഷേ അച്ഛനത് പറയുന്നില്ല. അതിൻ്റെ കാരണമാണ് അറിഞ്ഞുകൂടാത്തത്. അച്ഛനത് നേരിട്ട് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കാത്തതിലാണ് രാമന് ദുഃഖം. രാമൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ തളർന്നു കിടക്കുന്ന ദശരഥൻ ശക്തി സംഭരിച്ചു പറഞ്ഞു. മകനേ, നിന്റെ അച്ഛൻ ഭ്രാന്തനാണ്, പെൺകോന്തനാണ്, അധർമ്മിയാണ്. എന്നെ വധിക്കൂ. അയോധ്യാരാജ്യം കൈയടക്കൂ. അത് പാപമല്ല, അയോധ്യാരാജാവിൻ്റെ കടമയാണ്. ദശരഥൻ പൊട്ടിക്കരഞ്ഞു. അയോധ്യാധിപൻ ദുർബലനാകരുത്, കരയരുത്. കഷ്ടം. ഇതിൽ കരയാൻ എന്തുണ്ട്? ദുഃഖിക്കാൻ എന്തുണ്ട്? രാമൻ അച്ഛൻ്റെ കണ്ണുനീർ തുടച്ചു. രാമൻ സംസാരിച്ച് അച്ഛനെ കൂടുതൽ വേദനിപ്പിക്കാൻ നിൽക്കാതെ പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിട്ടു. അമ്മയെ ആശ്വസിപ്പിക്കണം. ഉടൻ കൗസല്യയുടെ അടുത്തെത്തി. അമ്മ ഈശ്വരസേവയിൽ മുഴുകിയിരിക്കുകയാണ്. മകൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനസ്സ് നിറയെ മഹാവിഷ്ണുവാണ്, രക്ഷകനായ മഹാവിഷ്ണു. അപ്പോൾ പ്രത്യേക സ്ഥാനം രാമന് നൽകേണ്ടതില്ലല്ലോ. കുറച്ചു നേരം അമ്മയോട് ചേർന്ന് നിന്നു. ശ്രീരാമൻ അറിയാം അമ്മ കണ്ണടച്ചിരിക്കുകയാണെങ്കിലും മനസ്സിൽ മുഴുവൻ മകനാവുമെന്ന്. രാമനെ കണ്ടപ്പോൾ സുമിത്ര ഓടിയെത്തി കൗസല്യാദേവിയെ അറിയിച്ചു. രാമൻ വന്നിരിക്കുന്നു. രാമനാമം കേട്ടപ്പോൾ കൗസല്യ കണ്ണു തുറന്ന് രാമനെ വാരിപ്പുണർന്നു. അമ്മയുടെ സ്നേഹം. മകൻ വളർന്നു വലുതായെങ്കിലും അമ്മയ്ക്ക് അവൻ എന്നും കുഞ്ഞു തന്നെയാണ്. മകൻ്റെ ശരീരം എത്ര തലോടിയിട്ടും ആ അമ്മയ്ക്ക് മതി വരുന്നില്ല. നടന്ന കഥയെല്ലാം രാമൻ അമ്മയോട് പറഞ്ഞു. രാമൻ ന്യായങ്ങളും യുക്തിയും ഈശ്വരഹിതവും എല്ലാം പറഞ്ഞെങ്കിലും വേർപാട് സഹിക്കാൻ കൗസല്യയ്ക്ക് കഴിയുന്നില്ല. ജീവിതം മുഴുവൻ ഈശ്വരനിൽ അർപ്പിച്ചിട്ടും രാമനില്ലാത്ത ജീവിതം ഓർക്കാൻ പറ്റുന്നില്ല. രാജാവിന് ഭരതനോട് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ രാജ്യം അവന് കൊടുത്തോട്ടെ. കൗസല്യയ്ക്ക് പരാതിയില്ല. രാമനെ വനവാസത്തിന് എന്തിനയക്കണം? കൈകേയിയോടോ രാജാവിനോടോ ഒരു കുറ്റവും ചെയ്യാത്ത അവനെ ഇങ്ങനെ ശിക്ഷിക്കണോ? അമ്മയുടെ മൗനം വാചാലമാകുന്നു. അച്ഛൻ്റെ ആജ്ഞ വനത്തിൽ പോകാനാണ്. അമ്മ അത് തടയുന്നു. മകൻ്റെ കർത്തവ്യം നിറവേറ്റണം. രാമൻ വിവശനായി.
ആദ്യം അമ്മയാണ്, രണ്ടാമത് അച്ഛൻ, പിന്നെ ആചാര്യൻ. വിധി അനുസരിച്ച് അച്ഛന് രണ്ടാം സ്ഥാനമാണ്. നീ പോകാൻ ഞാൻ അനുവദിക്കില്ല. എന്നെ ധിക്കരിച്ച് നീ പോയാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. കൗസല്യ പൊട്ടിക്കരഞ്ഞു.